ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു പൈതഗോറസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നിശബ്ദനായിരിക്കാൻ പരിശീലിക്കുക. ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. പൈതഗോറസിന് ശേഷം 2000 വർഷങ്ങൾക്കിപ്പുറം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദാർശനികനായ ബ്ലേസ് പാസ്കൽ ഇങ്ങനെ പറയുന്നു: ഒരു മുറിയിൽ ശാന്തമായും നിശബ്ദമായും ഇരിക്കാൻ കഴിയാത്തതിൽ നിന്നാണ് മനുഷ്യന്റെ എല്ലാ ദുരിതങ്ങളും ഉളവാകുന്നത്. രണ്ടുപേരും പറയുന്നത് നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പീലാത്തോസിന്റെ മുൻപിൽ മൗനമായി തല കുമ്പിട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുഖം മനസ്സിൽ വരുമ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര കഠിന പ്രതിസന്ധിയിൽ എങ്ങനെ മൗനമായിരിക്കാൻ ഒരാൾക്ക് കഴിയുന്നു? പിന്നീടാണ് ഓർമ്മ വരുന്നത് ഒരു നാടൻ ചൊല്ലുണ്ട്, വളർത്തുഗുണം. വളർത്തു പിതാവായ യോസേഫിന്റെ മൗനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് 3 പ്രാവശ്യമാണ് സ്വർഗത്തിലെ ദൂതന്റെ അരുളപ്പാട് യോസേഫിന് ലഭിക്കുന്നത്. ഒരു വാക്കുപോലും യോസേഫ് മറുപടി പറയുന്നില്ല. വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ പാരമ്പര്യമനുസരിച്ച് പരമാവധി അപമാനിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. പക്ഷേ മൗനമായിരുന്നു യോസേഫിന്റെ വഴി. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിലേക്കും അവിടെ നിന്ന് മിസ്രൈമിലേക്കും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്നപ്പോഴും ഒരക്ഷരം പോലും യോസേഫ് പറയുന്നതായി സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടില്ല. മൗനതയുടെ ഏറ്റവും നല്ല ഉദാഹരണം യോസേഫ് തന്നെയാണ്. ദാവീദ് എത്ര മനോഹരമായാണ് മൗനത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. സങ്കീർത്തനം 62:5. ക്രിസ്തുമസിലൂടെ യോസേഫ് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മൗനമായിരിക്കാൻ പഠിക്കുക എന്ന പാഠം. മനസ്സിൽ കടന്നു വരുന്ന ആയിരക്കണക്കിന് ചിന്തകളുണ്ടാകാം. ദിവസേന കണ്ടുമുട്ടുന്ന 100 കണക്കിന് മനുഷ്യരുണ്ടാകാം. നേരിടേണ്ടി വരുന്ന അനേക പ്രശ്നങ്ങളുണ്ടാകാം. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്കതിനു മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. മനസ്സിന്റെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ജീവിതത്തിൽ ഉന്മേഷം കണ്ടെത്തുന്നതിനുമൊക്കെ ഈ മൗനം നമ്മെ സഹായിക്കും. നിശബ്ദതയുടെ പുലരിയിൽ വിരിയുന്ന പൂക്കളെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം പങ്കുവെക്കണമെങ്കിൽ ജീവിതത്തിൽ കുറച്ചെങ്കിലും മൗനത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കരോൾ പാട്ടുകളിലൊന്നാണ് സൈലന്റ് നൈറ്റ് എന്ന മനോഹര ഗാനം. ആ രാത്രിയിലെ നിശബ്ദതയാണ് ലോകത്തിന് സന്തോഷം പകർന്നു നൽകിയത്. നമ്മുടെ ജീവിതത്തിലെ മൗനം നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു തരുന്നവയായിരിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ എന്നിൽ ജീവിക്കുന്നു, ഇന്നു ഞാൻ പൂർണ്ണനായി തീർന്നു. ഇന്നു നീ എന്നിൽ ജീവിക്കുന്നു, ഇന്നു ഞാൻ പൂർണ്ണനായി തീർന്നു. ഇന്നു നീ സകലത്തിനും മതിയായവൻ, ഇന്നു നീ സകലത്തിനും മതിയായവൻ. ഇന്നുമെന്നും മതി നീ യേശുവേ. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം. നിശയുടെ നിശബ്ദതയിൽ